KSRTC ബസ്സിൽ മസ്തകം കൊണ്ടിടിച്ച് കാട്ടാന പടയപ്പ. ഇന്നലെ രാത്രി മൂന്നാറിൽ നിന്നും ഉടുമലയിലേക്ക് പോയ ബസ്സിന് സമീപത്താണ് പടയപ്പ എത്തിയത്. ബസിന്റെ പിന്നിൽ ആന മസ്തകം കൊണ്ട് ഇടിച്ചു. മതപ്പാടിലുള്ള പടയപ്പ കുറച്ചു ദിവസങ്ങളായി പ്രകോപിതനാണ്. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. പടയപ്പ കുറച്ചായി പലപ്പോഴും ഇതുപോലെ യാത്രക്കാരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മതപ്പാടിലുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ശ്രദ്ധയുടെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും മുത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പടയപ്പ കുറച്ച് പ്രകോപിതനാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആനയുടെ മുന്നിൽപ്പെട്ട തൃശൂർ സ്വദേശികളായ 2 പേർക്ക് വീണ് പരിക്കേൽക്കുകയും മറ്റും ചെയ്തിരുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ ഈ മൂന്നാറിൽ നിന്ന് ഉടുമലയിലേക്ക് പോകുന്ന പാതയിൽ തന്നെയാണ്, അതായത് മൂന്നാർ മറയൂർ റൂട്ടിൽ തന്നെയാണ് പടയപ്പ ഉള്ളത്. രാത്രി കാലങ്ങളിൽ റൂട്ടിലേക്ക് കയറി നിൽക്കുകയും വാഹനങ്ങൾക്ക് മുന്നിൽ നിലയുറപ്പിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഉടുമലയിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്ന KSRTC ബസിന്റെ സമീപത്താണ് കാട്ടാന എത്തിയത്. ആന ഈ വാഹനത്തിന്റെ പിന്നിൽ വന്ന് തള്ളുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. പക്ഷെ ഏതെങ്കിലും രീതിയിൽ വലിയ അക്രമോത്സുകനായി തല്ല പടയപ്പയെ കണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പടയപ്പ മതപ്പാടിലാണ്, വനംവകുപ്പ് കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം പ്രകോപിതനാണ്. എല്ലാ സമയവും പടയപ്പയെ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷെ എത്ര നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും അക്കാര്യത്തിൽ പൂർണ്ണ വിജയം കണ്ടുവരുന്ന പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം രാത്രി കാലങ്ങളിൽ ആനയുടെ ഇവിടെ പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണസമയവും നിരീക്ഷണം എന്നത് ഒരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയാണ്. പൂർണ്ണസമയത്തിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രധാന റോഡിലേക്ക് ഇറങ്ങുമ്പോഴെങ്കിലും ആനയെ അവിടെ നിന്ന് നീക്കുന്നതിനുള്ള ഇടപെടൽ വേണം, അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.